ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമായിട്ടാണ് അപ്പോൾ നമ്മളിന്ന് വന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം മലയത്താണ്. അപ്പോൾ ട്രിവാൻഡ്രം മല MLA റോഡിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണ് നമുക്ക് വരുന്നതെങ്കിൽ ഒരു 10 കിലോമീറ്ററും, പാപ്പനംകോട് നിന്നാണെങ്കിൽ ഒരു 6 കിലോമീറ്ററും, മലയും ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് കണ്ടോ ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 350 സെൻറ്റിൽ 400 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂമുള്ള ഒരു സിംഗിൾ സ്റ്റോർ വീടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളും തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ഗേറ്റ് ഉണ്ട്. ഒരു കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഫ്രണ്ടിൽ ഉണ്ട് അങ്ങോട്ട് ഒരു സ്പേസ് നമുക്ക് അങ്ങോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിണർ വരുന്നത്. നമുക്ക് പൈപ്പ് കണക്ഷനും രണ്ടും തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നമുക്കിവിടെ സിറ്റ് ഔട്ട് ഉണ്ടോ, ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 8x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഫ്രണ്ട് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ കണ്ടോ, നമുക്ക് ഇതാണ് വരുന്നത്. പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡബിൾ ഡോറാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പം ഒരു 12x10 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആദ്യം ലിവിങ് ഏരിയ, മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകത്ത് കണ്ടോ ഈ ഒരു കളറിങ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വർക്കാണ് നമുക്കിവിടെ TV യൂണിറ്റ് വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ തറയിലുണ്ട് ഈ ഒരു ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ടൈലാണ് നമുക്കിവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടീഷൻ പോലെ നമുക്ക് ബോർഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ നമുക്ക് 12x8 ഡയമെൻഷനാണ് വരുന്നത്. മുകളിൽ ഇവിടെയും നമുക്ക് സീലിംഗ് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ട് ഇനി ഒരു വാഷിംഗ് കൗണ്ടറും കൂടെ നമുക്ക് ഈ പോർഷനിൽ വരും. നമുക്കിവിടെ ഇനി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇവിടെയും നമുക്ക് ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട് ബോർഡിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഫുള്ള് അലുമിനിയം PVC പൈപ്പ് യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് ബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള നമുക്ക് ഡോറാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ലാമിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ക്യാബിനാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് കയറി വരുന്ന ആ ഭാഗത്ത്, ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ബെഡ്റൂം കൂടെ കയറി കാണാം. നമുക്കപ്പോൾ നേരെ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ പണി ലാസ്റ്റ് ഘട്ടത്തിലാണ് നടക്കുന്നത്. അതാണ് നമുക്കിവിടെ കുറേ സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ ചുമരിൽ നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇപ്പോൾ ഒരു വെറൈറ്റി പാറ്റേണിലുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ മിററും ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അത് സെയിം നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു സെയിം ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ 2 വിൻഡോ വരുന്നുണ്ട്. ഒന്നിവിടെ ഒന്ന് ഈ ഭാഗത്ത്. ഇവിടുത്തെ ചുമരിൽ നമുക്ക് ഒരു ഗ്രീനിൽ ഇതേപോലെ ഒരു ബാർ വെച്ചിട്ടുള്ള ഒരു ഗ്രീനിൽ നമുക്ക് ഇതേപോലെ ഒരു വൈറ്റ് ലൈൻ വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബാത്റൂം PVC ഡോറ് ഈ ഒരു പാറ്റേണാണ് വരുന്നത്. അകത്ത് വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു സ്പേസ് നമുക്കിവിടെയും കിട്ടുന്നുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ടൈലെല്ലാം ഇതാണ് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നമുക്ക് മിററും സിങ്കൊക്കെ നമുക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റോർ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 32 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് കാണണമെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ 50 ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തായാലും നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് വീട് നോക്കുന്നതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.